ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 5-ാം മാസത്തെ ചടങ്ങിനിടയിൽ ശ്രുതി അഞ്ജലിക്കായി ഉണ്ടാക്കിയ പായസത്തിൽ ശ്യാം വിഷം കലർത്തി കൊടുക്കുവാണ്. വളരെ സന്തോഷത്തോടു കൂടി അത് ആദ്യം തന്നെ കൊടുക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതി അങ്ങനെ അഞ്ജലിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. എല്ലാവരും ആ പായസം കൊടുക്കുന്നുണ്ട്. മനോരമയ്ക്കും ശ്യാമിനും ഇക്കാര്യം നന്നായിട്ടറിയാം, ആ പാലിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന്. പായസം കുടിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അഞ്ജലിക്ക് അസഹനീയമായ വയറുവേദന തോന്നിത്തുടങ്ങുന്നുണ്ട്. കുഞ്ഞ, എനിക്ക് തീരെ വയ്യ, ഭയങ്കര വയറുവേദന എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അഞ്ജലി. പെട്ടെന്ന് തന്നെ ആകാശും അശ്വനും ചേർന്ന് അഞ്ജലിയെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. സ്ട്രക്ചറിൽ കൊണ്ടുവന്ന സമയത്തെല്ലാം അഞ്ജലി വേദന കൊണ്ട് പൊളയുമായിരിക്കും. ചേച്ചി, ഒരു കുഴപ്പമില്ല, ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വൻ അഞ്ജലിയെ ഐസിയുലോട്ട് കയറ്റുവാണ്. ഈ സമയത്ത് പുറത്ത് മുത്തശ്ശിയും ശ്രുതിയും പ്രീതിയും ആകാശും അശ്വിനൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. എന്നേക്കുമായിട്ട് അഞ്ജലിയും കുഞ്ഞും നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരിക്കും ശ്യാമിന്. അതുപോലെ തന്നെ മനോരമയ്ക്കും ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരിക്കും. ഡോക്ടർ വന്ന് അങ്ങനെ അശ്വിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അഞ്ജലിയുടെ കാര്യം വല്ലാത്ത കോംപ്ലിക്കേഷനാണ്. ഇത് കേട്ടാണെങ്കിൽ അശ്വിനും എല്ലാവരും ഞെട്ടുന്നുണ്ട്. അയ്യോ ഡോക്ടറെ, എന്താ പറ്റിയേ? എൻ്റെ ചേച്ചിക്ക് എന്താ സംഭവിച്ചേ? എന്തോ ഫുഡ് പോയ്സൺ ആണ്. എന്താ ഇന്ന് കഴിച്ചത്? പെട്ടെന്ന് തന്നെ മനോരമ പറയുന്നുണ്ട്, ഇന്ന് അഞ്ജലി ബേബിയുടെ 5-ാം മാസത്തെ ചടങ്ങാ, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കഴിച്ചത് പായസമാ. അത് ശ്രുതി ഉണ്ടാക്കിയ പായസം. അത് ചടങ്ങിനിടയിൽ എല്ലാവരും കൊടുത്തിരുന്നു, അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്താണെങ്കിലും നല്ല രീതിക്ക് ഫുഡ് പോയ്സൺ ആയിട്ടുണ്ട്. അതിപ്പോ അമ്മയുടെ ജീവന് മാത്രമല്ല, കുഞ്ഞിന്റെ ജീവനും ഉറപ്പ് തരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുഞ്ഞിനും നല്ല പോലെ ബാധിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ഈശ്വരന്റെ കയ്യിലാ. മരുന്നെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തോ എല്ലാം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി, അതെന്റെ കടമയല്ലേ. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോക്കാവണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. ആകെ കൂടെ തളർന്നു നിൽക്കുമായിരിക്കും അശ്വൻ പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയത്ത് എന്തായാലും ഇത് ശ്രുതിയുടെ തലയിലാണ് വീഴാൻ പോകുന്നത്. അതിന് മുൻകൂറായിട്ട് ഒരു കാര്യം മനോരമ പറയുന്നുണ്ട്. എന്തിനാ ശ്രുതി നീ ഇങ്ങനൊരു കാര്യം ചെയ്തത്? നീ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഞങ്ങളുടെ അഞ്ജലി ബേബിയെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി ചോദിക്കാണ്. ദേ അമ്മായി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അമ്മായിക്ക് എന്താ ഉറപ്പാ ഞാൻ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെന്ന്? ഞാൻ അത്രയും നോക്കിയിട്ടാ അഞ്ജലി മേഡത്തിന് ആ പായസം ഉണ്ടാക്കിയത്. പാലായാലും എല്ലാ കാര്യങ്ങളും ഞാൻ അത്രയും നോക്കി വാങ്ങിച്ചതാ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ഒരിക്കലും അഞ്ജലി ചേച്ചിയോട് അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കങ്ങനെ ചെയ്തിട്ട് എന്താ ലാഭം? ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാ കാണുന്നേ. നീ അങ്ങനെയൊന്നും പറയണ്ടടി. നിനക്കേ അഞ്ജലി ബേബിയോട് വല്ലാത്ത ദേഷ്യമാണെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. നീ തന്നെയാ ഇതിനൊക്കെ കാരണം. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ചേർന്ന് എന്തൊക്കെയാ അവിടെ കാണിക്കുന്നേ? എൻ്റെ ചേച്ചി മരണത്തോട് മല്ലടിച്ചിട്ടാ അവിടെ കിടക്കുന്നത്. ആ സമയത്ത് നിങ്ങളിവിടെ എന്തൊക്കെയാ സംസാരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് അശ്വൻ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്നാ പതിയെ സ്വരത്തില് ശ്രുതിയോട് അശ്വൻ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിക്ക് നീ കാരണ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനൊരു മനുഷ്യനായിരിക്കില്ല. എൻ്റെ ചേച്ചിക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അശ്വൻ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ കൂടെ ഞെട്ടിയാണ് ശ്രുതി നിൽക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെയാണ് ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. വീണ്ടും ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാ പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞിനെയോ അമ്മയെയോ ഒരാളെയെങ്കിലും രക്ഷിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നിങ്ങളടുത്ത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. 2 പേരെയും രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ പറയുന്നത് കേട്ട് ശ്യാമിങ്ങിൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്താ നമ്മൾ നന്നായിട്ട് അഭിനയിക്കേണ്ടത് എന്നും പറഞ്ഞ് ഡോക്ടർ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ അഞ്ജലി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എൻ്റെ സ്വപ്ന അവളും അവളുടെ കുഞ്ഞും ഒരു കുഴപ്പമില്ലാതെ തിരികെ കിട്ടണം. ഡോക്ടറെ, ഇനി ഞങ്ങൾ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം എന്നൊക്കെ ശ്യാം പറയുന്നുണ്ട്. നിങ്ങളിനി എങ്ങോട്ട് കൊണ്ടുപോയാലും ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് അത്രയും റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ തരത്തിലും ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട്. അശ്വനാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. ആകാശം വന്ന് പറയുന്നുണ്ട്, ഏട്ടാ സങ്കടപ്പെടണ്ട, ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ചേച്ചിയെയും കുഞ്ഞിനെയും നമുക്കൊരു കുഴപ്പമില്ലാതെ കിട്ടും. നമ്മുടെ വല്യമ്മയുടെ ആത്മാവ് എപ്പോഴും കൂടെ തന്നെയുണ്ട്, ഒരു കുഴപ്പം ഉണ്ടാക്കില്ല
എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അതിലൊന്നും അശ്വിനൊരു സമാധാനം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കെ അങ്ങോട്ടേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട്. ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ സാറെ വിഷമിക്കാതെ നിൽക്ക്, ഒരു കുഴപ്പവും സംഭവിക്കില്ല, ചേച്ചിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശ്രുതി. ഇത് കേൾക്കുന്നതും ദേഷ്യത്തോടു കൂടി അശ്വൻ പറയുന്നുണ്ട്, നീ ഒരു അക്ഷരം മുണ്ടി പോരുത്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്ത് നേടാനാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ മനസ്സിൽ എൻ്റെ ചേച്ചിയോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ അത് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ ചേച്ചിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ സാറ് വിശ്വസിക്കുന്നത് ഞാൻ തന്നെയാണ് അഞ്ജലി ചേച്ചിക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ എൻ്റെ ചേച്ചിക്ക് ഉണ്ടാക്കിയ പായസ കൊടുത്തത്, അത് ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയതാ, അതിൽ ഞാൻ ഒന്നും കലർത്തിയിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിലും എടുത്തു ചാടി സംസാരം ഇത്തിരി കൂടുതലാ. ഇതൊക്കെ പറഞ്ഞ് അവസാനം ഇതൊക്കെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ദേ ശ്രുതി, നീ എൻ്റെ ഒരു മുഖേ കണ്ടിട്ടുള്ളൂ, വെച്ചേക്കില്ല നിന്നെ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. ഇത് കേട്ട് വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളടുത്ത് ഈ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. അത് നിങ്ങൾ നോക്കിക്കോ, സത്യങ്ങൾ ഒരു ദിവസം എല്ലാവരും അറിയും, അത് നിങ്ങൾ ഇതിനൊക്കെ ഖേദിക്കും. ഇത് കേട്ട് ശ്രുതിയുടെ അച്ഛനും പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം പോലും എൻ്റെ മോളെക്കുറിച്ച് പറയരുത്. എൻ്റെ മോളെ വളർത്തി വലുതാക്കിയത് ഞാനാ. അവൾ എങ്ങനെയാണെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആർക്കും അറിയില്ല. അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലാന്നേ ഞങ്ങൾക്ക് ഉറപ്പാ. മോന് ഇപ്പോഴത്തെ സങ്കടത്തിൽ പറയുകയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെൻ്റെ മോൾക്ക് ഒരിക്കലും താങ്ങാനാവില്ല. അതാദ്യം നീ മനസ്സിലാക്ക്. ഇത് കേട്ട് ശ്രുതിയുടെ അമ്മയും പറയുന്നുണ്ട്, മോനെ, ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് അഞ്ജലിയെയും കാണുന്നത്. എൻ്റെ മോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്തോ നടന്നിട്ടുണ്ട്, അതാദ്യം മനസ്സിലാക്കിയിട്ട് പോരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. ആകെ കൂടെ വിഷമത്തിൽ ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ദേ അശ്വൻ, ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പ്രതികരിക്കല്ലേ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, നീ വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട. അല്ലെങ്കിലും നിനക്ക് എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാ. അശ്വിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. അതൊന്നും വേണ്ട, അശ്വിൻ്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. പിന്നീടായിട്ട് നേരെ ചെല്ലുന്ന ശ്രുതി അമ്പലത്തിലോട്ടായിരിക്കും. ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അഞ്ജലി ചേച്ചിക്ക് ഒരു ദോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യില്ല. എന്നിട്ടും എല്ലാവരും ചേർന്ന് എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അഞ്ജലി ചേച്ചിക്കും കുഞ്ഞിനും ഒരാപത്തും വരരുതേ. അങ്ങനെ അഞ്ജലിയുടെ അവസ്ഥ ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും അതിനിടയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിപാട് നടത്തുന്നുണ്ട് ശ്രുതി. കയ്യിൽ ചരാത് വെച്ച് കത്തിച്ച് മുട്ടിലെഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്യുക. ആ വഴിപാട് അഞ്ജലിക്കും കുഞ്ഞിനും വേണ്ടി ചെയ്യുന്നുണ്ട് ശ്രുതി. ആരും ഉണ്ടായിരിക്കില്ല, കരഞ്ഞുകൊണ്ടായിരിക്കും ആ വഴിപാട് ചെയ്യുന്നത്. ശ്രുതി അഞ്ജലിക്കായി ചെയ്യുന്ന വഴിപാട് ഫലം കാണുന്നുണ്ട്. അഞ്ജലിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതും അതിനിടയിൽ കാണിക്കുന്നുണ്ട്. ഡോക്ടർ പൾസ് ലെവൽ നോക്കുന്ന സമയത്ത് പൾസ് കൂടുന്നുണ്ടായിരിക്കും. എന്നാൽ ആകെക്കൂടെ വിഷമത്തിലായിരിക്കും പുറത്ത് അശ്വിനും വീട്ടുകാരൊക്കെ നിൽക്കുന്നത്. ഡോക്ടർക്ക് തന്നെ എന്തോ മിറാക്കിൾ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അഞ്ജലിയെയും കുഞ്ഞിനെയും ഒരുമിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.